ഒക്ടോബർ 3 26-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ച. ലൂക്ക 10:13-16 വരെ വാക്യങ്ങൾ. ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതിൻ്റെ ആത്മീയ അപകടത്തെയും അവൻ്റെ സന്ദേശത്തോട് പ്രതികരിക്കേണ്ടതിൻ്റെ അടിയന്തരതയെയും ചിത്രീകരിക്കാൻ ഒരു കഥ സഹായിക്കും. വരാനിരിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ദുരന്തമുണ്ടാകുമ്പോൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഒരു പട്ടണത്തെ സങ്കല്പിക്കുക. 2004 ഡിസംബർ 26 തമിഴ്നാട്ടിലെ കാഞ്ചീപുരം, വില്ലുപുരം, കടലൂർ, നാഗപട്ടണം, കന്യാകുമാരി, തൂത്തുക്കുടി എന്നീ തീരദേശ ജില്ലകളിൽ ഒരു വലിയ സുനാമി തിരമാല ആഞ്ഞടിച്ചു. ആ ദുരന്തത്തിൽ ഏകദേശം 10,000 മുതൽ 15,000 വരെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവർ തങ്ങൾക്ക് ലഭിച്ച വാർണിംഗ് കണക്കിലെടുത്തില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ കേന്ദ്രസ്ഥാനവും നിരവധി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതുമായ കഫർനാമിൽ ആ നഗരത്തിൻ്റെ അഹങ്കാരത്തിനും അവിശ്വാസത്തിനും കഠിനമായ ന്യായവിധി ഉണ്ടാകുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും അല്ലെങ്കിൽ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെടുമെന്ന വ്യക്തമായ പ്രതിച്ഛായ ദൈവത്തിൻ്റെ സന്ദേശം നിരസിക്കുന്നതിൻ്റെ അനന്തരഫലങ്ങളെ ചിത്രീകരിക്കുന്നു. തൻ്റെ ദൂതന്മാരെ നിരസിക്കുന്നത് തന്നെ നിരസിക്കുന്നതിനും ഒടുവിൽ തന്നെ അയച്ച ദൈവത്തെ നിരസിക്കുന്നതിനും തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു അവരുടെ അധികാരത്തെ കൂടുതൽ ഊന്നി പറയുന്നു. സുവിശേഷ സന്ദേശത്തോട് പ്രതികരിക്കുന്നതിൻ്റെ ഗൗരവവും ദൈവത്തിൻ്റെ പ്രവൃത്തി കേൾക്കുന്നതിലൂടെയും സാക്ഷ്യം വഹിക്കുന്നതിലൂടെയും വരുന്ന ഉത്തരവാദിത്വവും ഇവിടെ അടിവരയിടുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ യേശുവിൻ്റെ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളി അവഗണിക്കുകയോ അവൻ്റെ കൃപയെ നിസ്സാരമായി കാണുകയോ ചെയ്യുന്ന മേഖലകൾ പരിഗണിക്കാൻ നാം പ്രേരിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സന്ദേശങ്ങളോട് കൂടുതൽ സ്വീകാര്യത പുലർത്താനും നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ പ്രവൃത്തികളോട് കൂടുതൽ പ്രതികരിക്കാനും ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സന്ദേശവാഹകരെ സ്വീകരിക്കാൻ തുറവി ഉണ്ടായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ഭാഗം എടുത്ത് കാണിക്കുന്നു. നാം അവൻ്റെ ദൂതന്മാരെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ദൂതന്മാരെ നിരസിക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്യുന്നത് ദൈവത്തെ തന്നെ നിരസിക്കുന്നതിന് തുല്യമാണെന്ന് ഈ വാക്യം മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാരെ ശ്രവിച്ചുകൊണ്ട് ദിവ്യജ്ഞാനത്താൽ നയിക്കപ്പെടാനും പ്രബുദ്ധരാകാനും നമ്മെ തന്നെ അനുവദിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനത്തിലും പഠിപ്പിക്കലുകളിലും സജീവമായി ഇടപഴകുന്നു. അതിനാൽ ദൈവത്തിൻ്റെ ദൂതന്മാരെയും അവർ കൊണ്ടുവരുന്ന സന്ദേശങ്ങളെയും സ്വീകരിക്കാനും തുറന്ന ഹൃദയവും മനസ്സുകളും ഉണ്ടായിരിക്കാനും ഈ ഭാഗം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാരെ സ്വീകരിക്കുന്നതിലൂടെയും പരിവർത്തനത്തിനും ആത്മീയ വളർച്ചയ്ക്കും സ്വയം തുറന്നു കൊടുക്കുന്നതിലൂടെയും നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തോടും ഉദ്ദേശത്തോടും യോജിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവിക മാർഗനിർദ്ദേശവും അനുഗ്രഹങ്ങളും ഒഴുകുന്ന വഴികളായി വർത്തിക്കുന്നുവെന്നും അവരെ സ്വാഗതം ചെയ്യുന്നതിലൂടെ ദൈവം നമുക്കായി ഉദ്ദേശിക്കുന്ന ജ്ഞാനവും കൃപയും സ്വീകരിക്കാൻ നാം സ്വയം നിലകൊള്ളുന്നുവെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.